ഹലോ, തോട്ടക്കാരൻ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ചേറെ ബൊഗൈൻവില്ലെ പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പോൾ ഈ ആദ്യം കാണിക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ തിമ്മ വെറൈറ്റിയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് തിമ്മ പിങ്ക് ആണ്. അപ്പോൾ ഈ തിമ്മ വെറൈറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പച്ചയ്ക്കകത്ത് ഗോൾഡൻ യെല്ലോ കളറാണ് ഇതിൻ്റെ ഇലയുടെ കളറ്. പിന്നീട് നല്ല പിങ്ക് ഫ്ലവേഴ്സിനകത്ത് ബഞ്ചായിട്ട് പിങ്ക് ഫ്ലവേഴ്സ് നിൽക്കുമ്പം അതിൽ ഒന്നോ രണ്ടോ പൂ വൈറ്റ് ആയിരിക്കും. ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാം പിങ്ക് വൈറ്റ് ആവും, വൈറ്റ് പിങ്ക് ആവും, അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ ഇത് അങ്ങനെയൊന്നും ആവത്തില്ല. ഇത് രണ്ട് കളർ തന്നെ ആയിരിക്കും ഒരു ബഞ്ചിനകത്ത് വരുന്നത്. രണ്ട് കളർ പൂക്കൾ വരും, പിങ്കും വരും വൈറ്റും വരും. തിമ്മ വെറൈറ്റിക്ക് റെഡ് കളറുണ്ട്, പീച്ച് കളറുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട് ഈ തിമ്മ വെറൈറ്റി. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന തിമ്മ പിങ്ക് ആണ്. ഇതിൻ്റെ തൈകൾ ഗാർഡനിൽ അവൈലബിൾ ആണ്, നമ്മുടെ കാറ്റലോഗിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ കാറ്റലോഗിൽ നോക്കിയാൽ മതി. അതിൻ്റെ വിലയും എല്ലാം ഉണ്ട്. നമ്മൾ CC ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എല്ലാത്തിൻ്റെ വില കൊടുത്തിരിക്കുന്നത്. സേഫായിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും കൊറിയറായിട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് ആദ്യത്തെ വെറൈറ്റി, തിമ്മ വെറൈറ്റി. ഇതിൻ്റെ ഇലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. കാരണം ഡാർക്ക് ഗ്രീനകത്ത് ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ നോർമലി നമ്മൾ അങ്ങനത്തെ ഒരു ഇല അധികം കാണത്തില്ല. പൂവും ഭംഗിയാണ്, ഇലയും ഭംഗിയാണ്. ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ്, നമ്മുടെ ബൊഗൈൻവില്ല കളക്ഷനിൽ പറ്റിയ ഒരു വെറൈറ്റിയാണ്. കാരണം അതിൻ്റെ ഇലയ്ക്കും പ്രത്യേകതയുണ്ട്, പൂവിനും പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് പൂവാണെങ്കിൽ പൂവാക്കാം, ഇലയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. രണ്ടും നല്ല രീതിയിലുള്ള പ്രത്യേകതയുള്ള ചെടിയാണ് ഈ തിമ്മ വെറൈറ്റീസ്. രണ്ടാമത്തെ ഹവായിയൻ വൈറ്റാണ്. ഈ ഹവായിയൻ വൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പൂക്കളായിരിക്കും. നമ്മൾ വൈറ്റ് ഫ്ലവേഴ്സ് എന്ന് ബൊഗൈൻവില്ലയുടെ വൈറ്റ് ഉണ്ട്, പക്ഷേ വൈറ്റ് അല്ല, ഇത് വലിയ പൂക്കളായിരിക്കും. പിന്നെ രണ്ടാമത്തെ വെറൈറ്റി എന്ന് വെച്ചാൽ പ്യുവറായിട്ടും ഇത് വെള്ളയല്ല, പച്ച കലർന്ന വെള്ളയാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ ഹവായിയൻ വൈറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഹവായിയൻ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു വെള്ള ബൊഗൈൻവില്ല അല്ല. ഇതിൻ്റെ ഇല പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ നീണ്ട ഇലകളായിരിക്കും, ഡാർക്ക് പച്ചയായിരിക്കും ഇലയുടെ കളറ്. അതേപോലെ തന്നെ വെള്ള പൂക്കളല്ല, വെള്ളയ്ക്കകത്ത് ചെറിയ രീതിയിലുള്ള പച്ച കലർന്ന വെള്ളയെന്ന് പറയില്ല നമ്മൾ, ചെറിയൊരു ഗ്രീൻ കളർ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പ്യുവർ വൈറ്റ് അല്ല, ചെറിയ ഗ്രീൻ കലർന്ന ഒരു വൈറ്റാണ്. അതാണ് ഹവായിയൻ വൈറ്റ്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഹവായിയൻ വൈറ്റും. ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. ഇനി മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ബ്രസ പീച്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ബ്രസ പീച്ചിന് നമുക്ക് തൈകൾ അവൈലബിൾ അല്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ വീഡിയോ എടുത്തതാണ്. തൈ വന്നിട്ടില്ല. അപ്പോൾ ഈ ബ്രസ ഇതിൻ്റെ ആ ഒരു കളറ് വല്ലാത്തൊരു കളറാണെന്ന് വെച്ചാൽ പീച്ചല്ല, ഡാർക്ക് പീച്ച് കളറാണ് ഇതിൻ്റെ പൂക്കൾ. നല്ലൊരു വെറൈറ്റിയാണ് ഈ ബ്രസ പീച്ച്. പക്ഷേ നമുക്കിപ്പം തൈകൾ ഒട്ടും ഒരെണ്ണം പോലും അവൈലബിൾ അല്ല, തൈകൾ ആയിട്ടില്ല, തൈകൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പുതിയ വെറൈറ്റി ബൊഗൈൻവില്ലാസാണ്. ഇപ്പം നമ്മൾക്ക് തൈ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും തൈ ഉടനെ വരുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈ അവൈലബിൾ അല്ല, ബ്രസ പീച്ചിൻ്റെ തൈകൾ അവൈലബിൾ അല്ല. നല്ലൊരു വെറൈറ്റിയാണ് ഇത്. മൊത്തം ഞങ്ങളിപ്പം പ്രൂൺ ചെയ്തിട്ട് പുതിയ പൂക്കൾ വന്നതാണ്, അതുകൊണ്ടാണ് കുറച്ച് ഇലകൾ കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഫുള്ള് പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ ഇലകൾ വരുന്നതിന് മുമ്പേ ആദ്യം പൂവാണ് ഇതിന് വന്നത്. അപ്പം നിറച്ച് പൂവോട് കൂടി നിൽക്കുകയാണ്. ഇലകൾ കുറവാണ് ബ്രസ പീച്ചിന്, പൂവാണ് മുഖ്യമായിട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഒരു പുതിയൊരു വെറൈറ്റിയും കൂടാണ് ഈ ബ്രസ പീച്ച് എന്ന് പറയുന്നത്. ഒരുപാടെടുത്ത് കാണാത്തൊരു വെറൈറ്റിയാണ് ഈ ഒരു ബ്രസ പീച്ച്. ഇതിൻ്റെ തൈകൾ അവൈലബിൾ അല്ല. തൈകൾ അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത വെറൈറ്റി ക്രിസ്റ്റീന വെറൈറ്റിയാണ്. അപ്പം ക്രിസ്റ്റീന വെറൈറ്റിയും ഇതും നമുക്ക് നല്ലൊരു ഹൈബ്രിഡ് ബൊഗൈൻവില്ല. ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ തൈകൾ അവൈലബിൾ അല്ല, ഇതെല്ലാം മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ മദർ പ്ലാന്റിൽ നിന്നും നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി. ഇതിപ്പം നമ്മൾക്കെന്ന് പറയുന്നത് ബ്രാക്റ്റ്, ഇതിൻ്റെ ഈ കടലാസ് പൂവിൻ്റെ കടലാസ് എന്ന് പറയില്ല നമ്മൾ, ബ്രാക്റ്റ് എന്ന് പറയും. അതിനകത്തുള്ള കളറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിങ്കിനകത്ത്, ലൈറ്റ് പിങ്കിനകത്ത് ഡാർക്ക് പിങ്ക് ഡിസൈൻസ് ഉള്ളതാണ് ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത്. തൈകൾ അവൈലബിൾ അല്ല. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മിനി ഫോർമോസ. ഇത് ശരിക്കും ലാവെൻഡർ കളറല്ല കേട്ടോ, ലാവെൻഡറാണ് നമ്മൾ എപ്പോഴും കാണുന്നത്, പക്ഷേ ലാവെൻഡർ കളറല്ല. ലാവെൻഡറിനകത്ത് ഒരുപാട് വൈറ്റ് മിക്സ് വന്ന എങ്ങനത്തെ കളറായിരിക്കും, ആ ഒരു കളറാണ് ഈ ഫോർമോസ വെറൈറ്റി. ഫോർമോസ വെറൈറ്റി ഈ ഒരു കളർ മാത്രമല്ല, ഇനിയും കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിതിനകത്ത് തിരിച്ചറിയാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമോസ വെറൈറ്റിക്കകത്ത് ഈ കടലാസിൻ്റെ അകത്തുള്ള പൂക്കളില്ലേ, ആ പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ പൂക്കൾ വരുമ്പം തന്നെ അതിൻ്റെ തണ്ട് ഇച്ചിരി പൊക്കം കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ വെറൈറ്റിയിൽ കടലാസ് പൂവിനകത്ത് ഇങ്ങനൊരു പൂക്കൾ നമ്മൾ ശ്രദ്ധിക്കില്ല.
കടലാസിനുള്ളിൽ നിൽക്കുന്ന പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഫോർമോസ വെറൈറ്റി ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പൂക്കൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകത തോന്നും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ഫോർമോസ വെറൈറ്റി തന്നെ ലാവൻഡർ കളറുണ്ട്, ലൈറ്റ് ലാവൻഡർ കളറുണ്ട്, ഇങ്ങനെ പല പല വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതിനെ തൈ നമ്മൾക്ക് അവൈലബിൾ അല്ല. അപ്പം തൈ വരുന്ന സമയത്ത് നമ്മളത് അറിയിക്കുന്നതാണ്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ വീടുകളിൽ പണ്ട് ഈ ചെറിമരം കാണും, എല്ലാ വീടുകളിലും കാണും. ആ ചെറിമരത്തിനോട് സാമ്യമുള്ള ഇലകളാണ് ഈ ഒരു ബൊഗെയിൻവില്ലയ്ക്ക് ഉള്ളത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഒരുപാട് പൂക്കൾ പിടിക്കും, ഒരു പൊടിക്ക് പൊക്കം വെക്കില്ല. പടർന്ന് കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ടൈപ്പ് ബൊഗെയിൻവില്ല. നമ്മുടെ കാറ്റലോഗിനകത്ത് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല പച്ച കളർ ഇലയായിരിക്കും. പക്ഷേ ആ ഇലയ്ക്കകത്ത് വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇലയ്ക്കകത്ത് മുള്ളുകളില്ല എന്നുള്ളതാണ് ഈ ഒരു വെറൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ മുള്ള് വരില്ല. ഈ സാധാരണ ബൊഗെയിൻവില്ലയ്ക്ക് മുള്ള് കാണത്തില്ല, പക്ഷേ ഇതിനകത്ത് മുള്ള് വരില്ല. ഇതിനൊരു പ്രത്യേക രീതിയിലുള്ള ആ ഒരു ചെടി മൊത്തം കണ്ടാൽ നമുക്കൊരു ചെറിമരമാണെന്നേ പറയത്തുള്ളൂ. ഇങ്ങനെ ഒരുപാട് ശിഖരങ്ങൾ വന്ന് നിറച്ച് പൂത്ത് കിടക്കും. നമുക്ക് ഒരിക്കലും പൊക്കം വരില്ല. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായിട്ടൊക്കെ ഇടാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്ലാൻസ് ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കാറ്റലോഗ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്തെല്ലാം പ്രൈസും എല്ലാ കാര്യങ്ങളും അതിനകത്ത് അറിയാൻ പറ്റും.